മെഡിക്കൽ കോളേജുകളിൽ, സർക്കാർ മെഡിക്കൽ കോളേജുകളുടെ പരിസരത്താണ് ഇത്തരത്തിൽ ഈ പൊതിച്ചോറ് വിതരണം ഉണ്ടാവാറ്. അപ്പോൾ അത് വേണ്ടതില്ല എന്നുള്ള ആവശ്യം പല കോണുകളിൽ നിന്ന് മുമ്പ് പലയാവർത്തി ഉയർന്നു വന്നിട്ടുള്ളതാണ്. ചില സംഘടനകൾക്ക് മാത്രമാണ് തുടർച്ചയായത് ചെയ്യാൻ പറ്റാറുള്ളത്, പ്രത്യേകിച്ച് DYFIക്ക്. ഇതൊരു വസ്തുതയാണ്. DYFIയുടെ പേരാണ് പലപ്പോഴും ഈ പറയുന്ന എപ്പോഴും ഉയർന്നു കേൾക്കാറ്. ഈ വിഷയത്തിൽ സുധാകരൻ ഉന്നമിടുന്നത് DYFI തന്നെയാണോ? നിശ്ചയമായിട്ടും സുധാകരൻ വലിയ ഫാഷനായിപ്പോയി. ഇപ്പോൾ ഭയങ്കര പരിഷ്കാരിയായിപ്പോയി. അതായത് ഈ CPM എന്ന് മാറിയിട്ട് UDFൽ കയറി മത്സരിച്ച് ജയിച്ചു, 28,000 വോട്ടിന് ജയിച്ചു എന്ന് അദ്ദേഹം തന്നെ പറയുന്നു. ഒരു സംഘർഷ സാഹചര്യത്തിൽ അദ്ദേഹം പറയുകയാണല്ലോ. അപ്പോൾ അത് അദ്ദേഹത്തിന് വലിയ അഭിമാനമാണ്. 28,000 വോട്ടിന് ജയിച്ചു എന്ന് മാത്രമല്ല, അദ്ദേഹം എതിർത്ത ഇടതുപക്ഷം ആകപ്പാടെ തറപറ്റി. അപ്പോൾ ഭയങ്കര ഫാഷനും പരിഷ്കാരവും ആയിപ്പോയതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ ഇങ്ങനെ പറയുകയാണ്, മെഡിക്കൽ കോളേജിൽ ഭക്ഷണം കൊടുക്കുന്നത് എന്തോ അദ്ദേഹത്തിന് ഇപ്പോൾ പഴയ മട്ടിലങ്ങോട്ട് കണ്ണ് പിടിക്കുന്നില്ല. പഴയ മട്ടിൽ വെച്ചാൽ 2020 ഇദ്ദേഹത്തിൻ്റെ തന്നെ പോസ്റ്റ് ഉണ്ട്, മനസ്സിലായില്ലേ? തെരഞ്ഞെടുപ്പിന് മുമ്പ് 2020 അദ്ദേഹം ഉള്ളപ്പോൾ DYFIയുടെ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ പിന്നെ DYFI കൊടുക്കുന്ന ഭക്ഷണ പൊതികളെ പ്രസംഗിച്ച് ഉദ്ഘാടനം ചെയ്ത് പോസ്റ്റ് ഇട്ട ആളാണ്. 2020 മനുഷ്യരുടെ വിശപ്പൊക്കെ മനസ്സിലാക്കാൻ പറ്റുമായിരുന്ന, ഇതൊക്കെ കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സുധാകരൻ 2020 ഒരു പരിഷ്കാരിയായി 28,000 വോട്ടിനൊക്കെ ഞാൻ ഇവരെ ആകെ തറവറ്റിച്ചേ എന്ന മട്ടിൽ നെഞ്ചും പിരിച്ച് നടക്കുമ്പോൾ ഇതത്ര പോരാ എന്നൊക്കെ തോന്നുകയാണ്. അദ്ദേഹത്തിന് രാഷ്ട്രീയം കളിക്കാം. രാഷ്ട്രീയം അദ്ദേഹത്തിന് ഇവരെ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ചതിന് ശേഷവും ഇവരോടുള്ള കലിപ്പ് തീരുന്നില്ലെങ്കിൽ അത് അദ്ദേഹം ഏത് വിധത്തിൽ, ഇപ്പോൾ നിയമസഭയിലൊക്കെ അദ്ദേഹം പിന്നെ ഇടയ്ക്ക് വന്നിട്ട് പിണറായി വിജയനപ്പൻ തന്നെ പരിഹസിക്കും. എന്നിട്ട് പിറ്റേന്ന് പറയും, അതിൻ്റെ അബദ്ധം മനസ്സിലായി പിറ്റേന്ന് പറയും, അയ്യോ പിണറായി വിജയനോട് എനിക്ക് പ്രശ്നമില്ല, ഗോവിന്ദൻ മാഷ് വർഗ്ഗവഞ്ചകനാണെന്ന് പറയും. അവിടെ തെരഞ്ഞെടുപ്പിൽ വന്നിരിക്കുന്ന ആളുകൾ, ഇന്നിപ്പോൾ ഞാൻ കണ്ടു PK ബഷീർ ഇവിടെ വന്നിട്ട് വയനാട്ടിലെ പ്രതിപക്ഷ നേതാവിനെ കണ്ടപ്പോൾ ഒരു വ്യക്തിപരമായിട്ട് മനുഷ്യർ, ഇപ്പോൾ VD സതീശൻ പോലും വ്യക്തിപരമായിട്ട് മനുഷ്യരോട് നന്നായിട്ടാണ് പെരുമാറുക. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പോരാട്ടമാണ്, കഠിനമായ പോരാട്ടമാണ്, അതിശക്തമായുള്ള പോരാട്ടമാണ്. രാഷ്ട്രീയമായിട്ട് ഇതിനെ ഇവർ ഭയങ്കര കുഴപ്പക്കാരാണെന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാപിക്കും. അത് കഴിഞ്ഞാൽ ഇനി തെരഞ്ഞെടുപ്പില്ല കുറച്ച് കാലത്തേക്ക്. അവിടെ MLAയുടെ പണിയെടുക്കുക, അവിടെ ഭക്ഷണം കിട്ടുന്നതിനെ എതിർക്കുക എന്നുള്ളതാണ്. ആത്യന്തികമായിട്ട് അദ്ദേഹം എന്താ ചെയ്യുന്നത്? മനുഷ്യരുടെ വയറ്റത്തടിക്കുകയാണ്, അല്ലേ? മനുഷ്യരുടെ വയറ്റത്തടിക്കുകയാണ് എന്ന് വെച്ചാൽ മെഡിക്കൽ കോളേജിൽ ഈ ഭക്ഷണം തരുന്ന ആൾ ആ കൊടി നോക്കിയിട്ടോ അല്ലെങ്കിൽ ഇതാരാ DYFI ആണോ തരുന്നതെന്ന് നോക്കിയിട്ടോ അല്ല അവർ ഭക്ഷണം വാങ്ങി കഴിക്കുന്നത്. നമ്മൾ കാണേണ്ടുന്നൊരു കാര്യം, ഈ DYFIയും മറ്റ് സംഘടനകളൊക്കെ DYFI ആണ് ഇത് ഒരു വലിയ സംഭവമായിട്ട് കൊടുക്കുകയും മറ്റും ചെയ്യുന്നത്. അവർക്കതിൻ്റെ പുണ്യം ഉണ്ടാവും. ഇത് നിങ്ങൾ വീട്ടിലെ സാധാരണ മനുഷ്യരോടൊന്ന് ചോദിച്ചു നോക്കൂ, അവർക്ക് അതിൻ്റെ പുണ്യം ഉണ്ടാകും. ഭക്ഷണം കൊടുക്കുക വിശക്കുന്ന ആളുകൾക്ക് എന്ന് പറയുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പുണ്യത്തിനൊന്നും വിശ്വസിക്കുന്നില്ല, അതുകൊണ്ട് അവരത് പറയില്ലായിരിക്കും. പക്ഷേ ഭക്ഷണം, വിശക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക, ദുരിതത്തിലായിരിക്കുന്ന മനുഷ്യർക്ക് ഭക്ഷണം കൊടുക്കുക എന്നതിനേക്കാൾ വലിയ പുണ്യസംഗതി ഇല്ല ലോകത്തെവിടെയാണെങ്കിലും. അത് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ ഗുണമുണ്ടാവും. അത് സേവാഭാരതി ചെയ്താലും ഗുണമുണ്ടാവും, യൂത്ത് കോൺഗ്രസ് ചെയ്താലും ഗുണമുണ്ടാവും, ആര് ചെയ്താലും ഉണ്ടാവും, സുധാകരൻ ചെയ്താലും ഗുണമുണ്ടാവും. അദ്ദേഹത്തിൻ്റെ വർത്തമാനം കേൾക്കുമ്പോൾ എനിക്ക് അദ്ദേഹം ഒരിക്കലും കൊടുത്തിട്ടാന്ന് എനിക്ക് തോന്നുന്നു. മീൻസ് ഈ DYFIയുടെ പരിപാടിക്കൊന്നും അദ്ദേഹം DYFIയെ പ്രശംസിച്ച കാലത്ത് അദ്ദേഹം കൊടുത്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് ആ പുണ്യം കിട്ടും. എനിക്കറിയില്ല അദ്ദേഹം കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്ന്. ഇപ്പോൾ ഇദ്ദേഹം പരിഹസിക്കുന്ന കാണുമ്പോൾ ഇത് ഒട്ടും ശരിയല്ലാത്തൊരു കാര്യമായിട്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. ഇതിപ്പോൾ ആരാണ് ഹർഷ അവിടെ മെഡിക്കൽ കോളേജുകളിൽ ചെന്നിട്ട് ഭക്ഷണം വാങ്ങുന്ന ആളുകൾ? അവർ ആ മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കുന്ന മനുഷ്യരാണ്, അവരുടെ ബന്ധുക്കളാണ്, കൂട്ടിരിപ്പുകാരാണ്. അവർക്ക് അവിടെ ചിലവാക്കാനുള്ള പണം തന്നെയേ ഉള്ളൂ. ഈ DYFIയും മറ്റ് സംഘടനകളും മുഖ്യമായിട്ടും 99-95% DYFI ആണ് കൊടുക്കുന്നത്. അവർ തുടങ്ങുന്നതിന് മുമ്പ് ഈ ഭക്ഷണം കൊടുക്കുന്ന പരിപാടി മെഡിക്കൽ കോളേജുകളൊന്നും ഉണ്ടായിരുന്നില്ല. കഞ്ഞിയും ചോറും വാങ്ങാൻ അവിടെയുള്ള കടകളിൽ പോയിട്ട് വാങ്ങണം. ആ പണം കൊടുക്കുക. നമ്മളെല്ലാം മെഡിക്കൽ കോളേജിൽ പോയിട്ടുള്ള ആളുകളാണ്. നമ്മൾ എത്രയോ മനുഷ്യർ ഏതൊക്കെയോ ഭാഗങ്ങളിൽ നിന്ന് വരുന്നു. ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വരുന്നത് കോഴിക്കോട് ജില്ലയിലെ ആളുകൾ മാത്രമല്ല, പല ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ്. പലതരം ദുരിതങ്ങളിൽ ഇനിയൊരു പൈസ ചിലവാക്കാനില്ലാത്ത വിധം വരുന്ന ആളുകളാണ്. ആ മനുഷ്യരാണ്, അത്തരം മനുഷ്യരാണ്. ഇപ്പോൾ നമ്മൾ നോക്കും, ഇപ്പോൾ പ്രിയദർശിനി പദ്ധതി തുടങ്ങി ഇദ്ദേഹത്തിൻ്റെ UDF. അതിനകത്തേക്ക് ആ ബസ്സിലെല്ലാം നല്ല തിരക്കല്ല. എന്തുകൊണ്ടാണ്? ചെറിയ പൈസയാണ് താരതമ്യേന നോക്കുകയാണെങ്കിൽ. ഒരുപക്ഷെ സുധാകരനൊക്കെ വളരെ ചെറിയ പ്രായം തൊട്ട് ഈ സർക്കാർ സംവിധാനങ്ങളുടെ സൗകര്യമൊക്കെ അനുഭവിച്ച് വന്നതുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത വിധമുള്ള അതിന് വലുപ്പമുള്ള തുകയാണ്. പക്ഷേ ആ ബസ്സിന് പൈസ കൊടുക്കാൻ അത് നമുക്ക് ലാഭിക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഈ മനുഷ്യർ ഈ ബസ്സിൽ കയറി വരികയാണ്. അപ്പോൾ അങ്ങനെയുള്ള മനുഷ്യരാണ് ജീവിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോൾ അവർ ആശുപത്രിയിൽ ദുരിതം അനുഭവിക്കുമ്പോൾ ഈ പൊതിച്ചോറ് വാങ്ങിച്ചു പോവുക. ഈ പൊതിച്ചോറ് ആരുണ്ടാക്കി കൊടുക്കുന്ന ഹർഷ? അതും ഇവരെപ്പോലുള്ള മനുഷ്യരാണ്. ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർ തന്നെയാണ് ഈ വേദന മനസ്സിലാക്കിയിട്ട് അവർ 5 പേരുള്ള വീട്ടിൽ നിന്ന് 6ാമതൊരു ഒരാൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയിട്ട് പൊതിഞ്ഞിട്ട് കൊണ്ടുവെക്കുകയാണ്. അവിടെ ബൈക്കിലോ സൈക്കിളിലോ അല്ലെ വാഹനങ്ങളിലോ വന്നിട്ട് ഈ DYFIക്കാർ എടുത്തുകൊണ്ടുപോയിട്ട് ഒരു പ്രത്യേക കളക്ഷൻ സ്ഥലത്ത് വെക്കുകയാണ്. അവിടെ നിന്ന് വാഹനത്തിലെടുത്തിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ്. അവിടെ അവരുടെ കൊടിയും കുത്തിയിട്ട്, അവർക്ക് ആ കൊടി കുത്താൻ അവകാശമില്ലേ, അവിടെ അവരുടെ കൊടിയും കുത്തിയിട്ട് ഈ ഭക്ഷണം വിതരണം ചെയ്യുകയാണ്. ഭക്ഷണം അവിടെ വേസ്റ്റായി പോകുന്നുണ്ടോ? അവരുടെ ഭക്ഷണത്തിനകത്ത് കമ്മ്യൂണിസ്റ്റുകാരാണ് കൊടുക്കുന്നതെന്നുണ്ട് ചുവപ്പ് ചോറാണോ കൊടുക്കുന്നത്? അല്ലല്ലോ. എല്ലാ മനുഷ്യർക്കും
എവിടുന്നോ കിട്ടി വന്ന് കൊണ്ടുപോയി കഴിക്കാനുള്ള ആവശ്യമുള്ള ഭക്ഷണം മനുഷ്യരുടെ ഭാഗത്തുനിന്ന്, ഈ കൊടുക്കുന്ന മനുഷ്യരെല്ലാം CPM-കാർ പോലുമല്ല, അവരൊരു പ്രദേശത്തുള്ള ആളുകളിൽ നിന്ന് കളക്ട് ചെയ്യണം. അതിൽ കോൺഗ്രസ്സുകാരുണ്ട്, BJP, ഇതൊക്കെ എല്ലാവർക്കും മുന്നിൽ വ്യക്തമായതാണ്. ഈ സമീപകാലത്ത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സംഘടന ഈ സമീപ വർഷങ്ങളിൽ ഏറ്റവും ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഈ ഭക്ഷണ വിതരണത്തിൻ്റെ ഒരു സ്ഥാനം. അതിനെയാണ് G. സുധാകരൻ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എക്സ്ട്രാ അഹങ്കാരവും കൂടെ വെച്ചിട്ട് ഈ പറയുന്നതെന്ന് ഞാൻ പറയും. അദ്ദേഹത്തിന് ഇപ്പോൾ 22, ഇപ്പോൾ ഒരു CPM-കാരൻ അദ്ദേഹത്തെ ചോദ്യം ചെയ്തു. അദ്ദേഹം പറയാണ്, ഞാൻ 28,000 വോട്ട് ജയിച്ചാണ്. അദ്ദേഹം അപ്പം തന്നെ പറയണം 1,37,000 വോട്ട് ജയിച്ച കുഞ്ഞാലിക്കുട്ടി. PK കുഞ്ഞാലിക്കുട്ടി പറയില്ലല്ലോ അത്. PK കുഞ്ഞാലിക്കുട്ടി ഇദ്ദേഹത്തിൻ്റെ ഇരട്ടിയിലേറെ വോട്ട് വാങ്ങിയ, ഇദ്ദേഹം വരുന്നതിന് മുമ്പ് UDF-ൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. PK കുഞ്ഞാലിക്കുട്ടിയോട് മൈക്ക് വെച്ച് ചോദിക്കൂ, നിങ്ങൾ ആശുപത്രികളിൽ ഭക്ഷണം വിതരണം ചെയ്യുന്നത് തെറ്റാണോ, നിർത്തണമെന്ന് ചോദിക്കൂ. എനിക്കറിയാവുന്ന PK കുഞ്ഞാലിക്കുട്ടി പറയില്ല. കേരളത്തിനറിയാവുന്ന PK കുഞ്ഞാലിക്കുട്ടി ഭക്ഷണം കൊടുക്കുന്നത് നിർത്തണം എന്ന് പറയില്ല. ഇദ്ദേഹം പറയും. ഇദ്ദേഹം പിന്നെ പറയാണ് UDF വിജയം കൊണ്ട് അദ്ദേഹത്തിന് അങ്ങ് അഹങ്കാരം വന്നിരിക്കുകയാണ് എന്നല്ലേ സാധാരണ മനുഷ്യർക്ക് തോന്നുക. വിജയത്തെ ഇത്രമാത്രം അഹങ്കരിക്കേണ്ട വർഷം ഈ തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയിപ്പിക്കും എന്ന് ജനം മനസ്സിൽ ദൃഢപ്രതിജ്ഞ എടുത്തിരുന്നു. അതിനവർക്ക് കാരണങ്ങളുണ്ട്. CPM-നോട് ഇടതുപക്ഷത്തോടുള്ള വിദ്വേഷമുണ്ട് തന്നെ കൂട്ടിക്കോ. UDF-ന് വമ്പൻ വിജയം കൊടുക്കും എന്ന് ദൃഢപ്രതിജ്ഞ എടുത്തൊരു ജനസഞ്ചയത്തെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ടേഷൻ കണ്ടതല്ലേ. അതുകൊണ്ടല്ലേ 120 സീറ്റ് ഇവരുടേതായിട്ട് LDF-ൻ്റെതായിട്ട് കണക്കാക്കിയിരുന്ന, ഏത് രാഷ്ട്രീയ നിരീക്ഷകരും കണക്കാക്കിയിരുന്ന മണ്ഡലങ്ങളിലടക്കം, പയ്യന്നൂരും തളിപ്പറമ്പിലും അടക്കം CPM-കാരടക്കം അപ്പുറത്തേക്ക് വോട്ട് ചെയ്തു. അപ്പോൾ UDF-ന് അനുകൂലമായിട്ടുള്ള വമ്പൻ തരംഗമുണ്ടായി. 10-75 കൊല്ലക്കാലത്തെ രാഷ്ട്രീയ കുശാഗ്ര ബുദ്ധി കൊണ്ട് ഇത് അപ്പുറത്തേക്ക് മറിയാണെന്ന് മനസ്സിലായ ഇദ്ദേഹം അപ്പുറത്ത് പോയി നിന്നു. അതിൻ്റെ അരുവറ്റി നിന്നതുകൊണ്ട് കിട്ടിയ ഈ 28,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൻ്റെ വിജയം പറഞ്ഞിട്ട് സാധാരണ മനുഷ്യരുടെ വയറ്റത്തടിക്കാനാണ് G. സുധാകരൻ നോക്കുന്നതെന്ന് വിചാരിക്കില്ലേ നാട്ടുകാർ? ഞാൻ പറയുന്നൊന്നും കൂട്ടണ്ട, നാട്ടുകാർ വിചാരിക്കില്ലേ? അപ്പോൾ അദ്ദേഹം ഞാൻ എന്തോ വലിയ മുതിർന്ന നേതാവാണ്, അതുകൊണ്ട് ഇങ്ങനെ നിങ്ങളോട് അദ്ദേഹത്തോട് നാട്ടുകാർ പറയും, നിങ്ങൾ CPM-കാരോടുള്ള ദേഷ്യം നിങ്ങൾ CPM-കാരോട് തീർത്തോ, മനുഷ്യരുടെ വയറ്റത്തടിച്ച് തീർക്കരുത്. മെഡിക്കൽ കോളേജിന് മുന്നിൽ ഭക്ഷണപൊതി വിതരണം ചെയ്യണം, അത് ആവശ്യമുള്ള മനുഷ്യരുള്ള കാലത്തോളം. അത് DYFI മാത്രമല്ല, നാളെ പറ്റുമെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാരും ചെയ്യട്ടെ, സർക്കാരും ചെയ്യട്ടെ. എന്നിട്ട് ഭക്ഷണം ഇനി ആവശ്യമില്ല എന്നൊരു സംഗതി വരികയാണെങ്കിൽ DYFIക്കാർ വീട്ടിലേക്ക് പോട്ടെ, യൂത്ത് കോൺഗ്രസ്സുകാർ വീട്ടിലേക്ക് പോട്ടെ. അല്ലാതെ അവിടെ ഭക്ഷണം ആവശ്യമുള്ള മനുഷ്യരുണ്ടായിരിക്കെ G. സുധാകരനല്ല, അദ്ദേഹത്തെക്കാൾ വലിയ മഹാരഥന്മാരായുള്ള നേതാക്കൾ വന്ന് പറഞ്ഞാലും കേരളം അതിനൊപ്പം നിൽക്കും. പ്രിയപ്പെട്ട G. സുധാകര, മനുഷ്യരുടെ വയറ്റത്തടിക്കരുതെന്ന് പറഞ്ഞ് കേരളം ആ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെയാണ് നിൽക്കുക. ഇദ്ദേഹം പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നാളെയും ആ മനുഷ്യർ ഭക്ഷണം പൊതിഞ്ഞു കൊടുക്കും. അതിൽ CPM-കാർ മാത്രമല്ല, കോൺഗ്രസ്സുകാരും BJP-കാരും ഒക്കെ ആയിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിൽ പോലും CPM-ന് അല്ലാതെ വോട്ട് ചെയ്ത, BJP-ക്കും കോൺഗ്രസിനും വോട്ട് ചെയ്ത മനുഷ്യരുടെ വീടുകളിൽ നിന്നും ഭക്ഷണപ്പൊതി വരും. അവരുടെ വീടുകളിലേക്ക് ഉണ്ടാക്കുന്ന ആളുകൾക്കൊപ്പം ഒരു ഭക്ഷണപ്പൊതി കൂടെ ഉണ്ടാക്കിയിട്ട് അവർ കൊടുക്കും. കാരണം ഇന്ന് മെഡിക്കൽ കോളേജിൽ ആ ഭക്ഷണം വാങ്ങുന്നയാൾ നാളെ ഉണ്ടാക്കുകയും ഇന്ന് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ഞാൻ നാളെ ആ ആശുപത്രിയിലെ ഭക്ഷണം വാങ്ങാൻ നിൽക്കുകയും ചെയ്യും എന്ന് നമുക്കറിയാം. ഞങ്ങളുടെ നാട്ടിൽ പഴയ കുറിപ്പയറ്റ് എന്നൊരു പരിപാടിയുണ്ട്, ഭക്ഷണം അറിയാമല്ലോ. ഞങ്ങളുടെ നാട്ടിൽ കോഴിക്കോടും തലശ്ശേരി കുറിപ്പയറ്റുണ്ട്. അതായത് ഇന്ന് ഞാൻ പയറ്റുന്നു, അതിൻ്റെ പണം വാങ്ങിയിട്ട് അയാളുടെ കാര്യങ്ങൾ നിവർത്തിക്കുന്നു, നാളെ അയാൾ പയറ്റും. ഇതൊരു പരസ്പര സഹകരണ സംഘമാണ്, പരസ്പര സഹകരണം ഉള്ളൊരു ജീവിതമാണ്. അതാണ് കേരളം. കേരളത്തിൻ്റെ ഒരു ഇമേജാണ് ഭക്ഷണപ്പൊതി, അല്ലാതെ DYFI-യുടെ ഇമേജ് അല്ല. കേരളത്തിൻ്റെ ആ ഇമേജിനെ DYFI ശരിയായ വിധത്തിൽ അങ്ങ് നടപ്പാക്കാൻ തീരുമാനിച്ചു, അതിനവർക്ക് സ്തുതി. പക്ഷേ അത് മുട്ടിക്കാൻ നടക്കുന്ന രാഷ്ട്രീയക്കാർ 28,000 അല്ല 2,80,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചാലും അവരെ ആളുകൾ ചോദ്യം ചെയ്യുന്നതാണ് എനിക്ക് പറയാനുള്ള ഹർഷം.